അപ്പം ഞാനും ഇസയും കൂടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബോൾസ് ആണ്. പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ടോ ഇസ? ബ്രെഡുമായിട്ട് കഴിച്ചു. ഇതാണ് ഇസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ്. ഹലോ ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞായിരുന്നു പരീയുടെയും വേദിൻ്റെയും കൂടെ അത് നമ്മളുടെ ഈ സമ്മർ എപ്പിസോഡ്സ് തീരുകയാണെന്ന്. പക്ഷെ എനിക്കൊരു കുഞ്ഞ് ബേബി കൂടി വന്നിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അവൾക്ക് ഉണ്ടാക്കേണ്ടത്, അവൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ബോൾസ്, പരീനേക്കാളും വേദിനേക്കാളും ഒക്കെ ചെറുതാണ്. ഞാനിപ്പോൾ പരിചയപ്പെടുത്താം ആരാന്ന്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ആരാന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇസ ബേബി. ഏറ്റവും കുഞ്ഞു ബേബിയാണ് അല്ലേ? മറ്റുള്ളവരെക്കാളും ഒക്കെ നന്നായി കുഞ്ഞു കുട്ടിയാണ് അവള്. ഇസ ഏത് സ്കൂളിലാണ് അവളെ പഠിക്കുന്നത്? ലിറ്റിൽ മില്ലിയനത്തിലാണ് ഇസ പഠിക്കുന്നത്. ചോക്ലേറ്റ് ഇഷ്ടമാണോ? പിന്നെന്താണ്, കേക്ക് ഇഷ്ടമാണോ? പിന്നെ എന്തൊക്കെയാണ് ഇഷ്ടം? സിറപ്പ് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ചോക്ലേറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോൾസ് ഉണ്ടാക്കി തരാം. ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പം ഞാനും ഇസയും കൂടി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബോൾസ് ആണ്. അത് ഇസയ്ക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചൂസ് ചെയ്തത് കേട്ടോ. ബിസ്ക്കറ്റ് ചോക്ലേറ്റും കൂടി ഉള്ളൊരു ബോളാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കാഡ്ബറി എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കാഡ്ബറി ചോക്ലേറ്റ്, പിന്നെ മിൽക്ക് ബിക്കീസ് ആണ്, നല്ല സ്വീറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് നമുക്ക് എത്ര വേണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് പീനട്ട് ബട്ടറാണ്, ഇതുണ്ട്. പിന്നെ ബട്ടർ ഉണ്ട്, നമ്മുടെ സാധാരണ അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ ഞാൻ കുറച്ച് ഇടുള്ളൂ, നിങ്ങൾ എത്ര ഇടുന്നതാണ് കാണിച്ചു തരാം. അപ്പം നമുക്കിതിനൊക്കെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് നമുക്കതിനെ മിക്സിയിലിട്ട് പൊടിക്കാം കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇപ്രാവശ്യം ഡാഷിയും കൂടി ഉണ്ട് കേട്ടോ, ചോക്ലേറ്റ് ബോൾ ഉണ്ടാക്കാൻ. കാരണം ഡാഷിക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കതിൽ പീനട്ട് ബട്ടർ ചേർക്കാം. ഓക്കെ. പീനട്ട് ബട്ടർ കഴിച്ചിട്ടുണ്ടോ ഇസ? ബ്രെഡുമായിട്ട് കഴിച്ചിട്ട്. കറക്റ്റ് കേട്ടോ. ഞാൻ 2 സ്പൂണ് പീനട്ട് ബട്ടർ. ബിസ്ക്കറ്റ് എന്ത് ചെയ്തു? ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു? മിക്സിയിൽ പൊടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മള് പീനട്ട് ബട്ടർ അതിനകത്ത് മിക്സ് ചെയ്തു അല്ലേ? പീനട്ട് ബട്ടർ മിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇതിനെ? ഇത് നോക്ക്. ഇതാണ് ഇസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോക്ലേറ്റ്. അതിനാണ് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ, ഈ ചോക്ലേറ്റ് ബോൾസ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മമാരൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഇതുമാതിരി വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുത്തു നോക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എത്ര എണ്ണം ഉണ്ട് ഇതില് ഇസ? പറയൂ, കൗണ്ട് ചെയ്യൂ നോക്കട്ടെ. 1 2 3 4 5 6 7 8. അപ്പോൾ ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഇന്ന് ഞങ്ങൾക്ക് എത്ര കിട്ടി? 8 ബോൾസ് കിട്ടി കേട്ടോ. അപ്പൊ നമുക്ക് 8 ബോൾസ് ഉണ്ടാക്കിയല്ലേ ഇസ? നമ്മൾ ഇതിന് എന്ത് ചെയ്യാൻ പോണു? ഇതിനകത്ത് കോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഓക്കെ. അപ്പൊ നമുക്ക് കോട്ട് ചെയ്യാം. നമ്മളുടെ ചോക്ലേറ്റ് ബോൾസ് ഒക്കെ റെഡി ആയില്ല കേട്ടോ. ഞാൻ തരാം എപ്പോഴേ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. കണ്ടോ, കുറച്ച് നേരം ഞാൻ ഫ്രീസറിൽ വെച്ചാണ്, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഇത് സെറ്റ് ആവും. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ഇസയ്ക്ക് കഴിക്കാൻ തരാം കേട്ടോ. ഇസ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഓക്കെ ഇസ? അപ്പോൾ നമുക്ക് ഈ ബോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇസ എങ്ങനെയുണ്ട്? ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് ആയിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട്? അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കണം. നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈ സ്നിക്കേഴ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത്. അപ്പം അത് കാരണം എല്ലാവരും കുഞ്ഞു കുട്ടികൾ, ഇതുപോലത്തെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഫോർ ഷുവർ. ഓക്കെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇസയ്ക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്.
പരിയുടെയും വേദിന്റെയും കൂടെ ചെയ്ത വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ട് ഇസയും അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇസയുടെ അമ്മയും അച്ഛനും വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലിപ്പിംഗ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഇസ എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പം വീണ്ടും കാണാം അല്ലേ? അപ്പൊ എന്താ പറയാ, വീഡിയോ എന്ത് ചെയ്യണം പറയൂ? വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം അല്ലേ? ഇപ്പൊ ഞാൻ ബിസിയാണ്, മുട്ടായി കഴിക്കണ തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് പറയും അല്ലേ? അപ്പൊ നമുക്ക് പിന്നെയും കാണാം. ബൈ പറയാം അല്ലേ? ഒന്നിച്ച് പറയാം. ബൈ. ഹായ് ഗൈസ്, ഇന്ന് നമ്മള് ചായ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഇങ്ങോട്ട് ഫ്രിഡ്ജ് എടുത്തിട്ട് ഇങ്ങനെ പാലൊഴിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് പിന്നെ ഇങ്ങനെ പാലിങ്ങോട്ട് ഇങ്ങനെ ചൂടാക്കുക. പിന്നെ കുറച്ച് ഇങ്ങനെ അരച്ചിട്ട് പഞ്ചസാര ഇടുക. കുറച്ച് പിന്നെ തേയിലയും ഇടുക. പിന്നെ കുറച്ച് കോരി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ആദ്യം ഇങ്ങോട്ട് കപ്പെടുത്തിട്ട് ഇങ്ങനെ ഊരിക്കുക. ഇനി നമ്മുടെ ചായ റെഡി. അപ്പം കൊച്ചു നോക്കാൻ ചായ. Yummy.